ഈ പ്രതിമകളെല്ലാം തന്നെ ഹിന്ദു തത്വശാസ്ത്രത്തിൽ തന്നെ പറയുന്നത് പ്രതിമകൾ വിഡ്ഢികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അഗ്നിർദേവോ ദ്വിജാദീനാം മുനീനാം ഹൃദിദൈവതം പ്രതിമാം അപ്രബോധീനാം സർവത്ര സമദർശിനാം. ദ്വിജന്മാർക്ക്, ബ്രാഹ്മണന്മാർക്ക് അഗ്നിയിലാണ് ദൈവം. അവർക്ക് ഈ അഭിഷേകവും പൂജയൊക്കെ നമുക്ക് വേണ്ടി നടത്തുക. അവർ ഈ ഹവിസ് വാരി വാരി തീയിലിട്ട് കത്തിക്കല. എൻ്റെ തൊട്ട അയൽപ്പക്കത്തെ വീട്ടിൽ ഇടക്കിടക്ക് ഗണപതി ഹോമം നടക്കും. ഗണപതി ഹോമം നടക്കുമ്പോൾ ഞങ്ങളെ വീട്ടിൽ അന്ന് ചോറ് വെക്കില്ല, കാരണം അംശം കിട്ടുമല്ലോ. ഗണപതി ഹോമം കഴിഞ്ഞിട്ടൊരു അംശമുണ്ട്, അത് കൊണ്ട് വയറ് നിറച്ചോളണം. എന്നുവെച്ചാൽ അത്ര അരിഭാഗ്യവുമല്ലോ വീട്ടിൽ. അപ്പോൾ അവിടെ പോയിട്ട് വിശന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ശർക്കരയിൽ വിളയിച്ചിരിക്കുന്ന അതിസുന്ദര നല്ല രുചികരമായ ഒരു സാധനം ഉരുളിയിൽ നിന്ന് ഇത് വാരി വാരി തീയിലിട്ട് കത്തിക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, കല്ലെടുത്ത് കുത്താൻ തോന്നുന്ന അയാളാ. നമ്മളിങ്ങ് വിശന്ന് കുത്തിരിക്കുമ്പോഴാണ് ഇത് തീയിലിട്ട് കത്തിക്കുകയാണ്, വെറുതെ കത്തിച്ച കളിയാണ്. എത്ര നെയ്യാണ് കത്തിക്കുന്നത്? ഈ ഭാരതത്തിലെ അഗ്നിയിൽ ഹോമിക്കുന്ന നെയ്യ് മാത്രമുണ്ടെങ്കിൽ ഇന്ത്യയുടെ BPL ലിസ്റ്റിലെ മുഴുവൻ ആളുകൾ APയിലാക്കാം. അഗ്നിയിൽ ഹോമിക്കുന്ന നെയ്യ് മാത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ കാശ് മാത്രം മതി ഒരൊറ്റ BPL ലിസ്റ്റിലുള്ള ആൾ ഇല്ലാതെ APയിലാക്കാൻ കഴിയും. അത്രയും എണ്ണ കത്തിച്ച് കളയുന്നുണ്ട്, അത്രയും എണ്ണ കത്തിച്ച് കളയുന്നുണ്ട്. അതാണ് അഗ്നിർദേവോ ദ്വിജാദീന. മുനിമാർക്ക് പിന്നെ ബ്രാഹ്മണർക്ക് തീയിലാണ് ദൈവം. മുനീനാം ഹൃദയദൈവതം, മുനിമാർക്ക് ഹൃദയത്തിലെ ദൈവം. ഈ സ്വാമിമാർ ഒന്നും അമ്പലത്തിൽ പോയില്ല കേട്ടോ. ഈ അമ്പലത്തിൽ പോയിട്ട് കുംഭമേളയെല്ലാം പങ്കെടുക്കുന്ന സ്വാമിമാരൊന്നും ഒറിജിനൽ സ്വാമിമാരല്ല. സ്വാമി എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്, സന്യാസി എന്ന വാക്കിൻ്റെ അർത്ഥം സമ്യക്കായി നസിക്കുന്നവൻ, തൻ്റെ സുഖഭോഗങ്ങളെല്ലാം സമ്യക്കായി നല്ല മനസ്സോടുകൂടി വേണ്ടെന്ന് വെക്കുന്നവനാ. അല്ലാതെ സമ്മേളനം ചേർന്നിട്ട് പാർലമെന്റിൽ 60 സീറ്റ് ഞങ്ങൾക്ക് സംവരണം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നവനല്ല. സ്വാമിമാരുടെ ദേശീയ സമ്മേളനം കൂടിയിട്ടാണ് ഇന്ത്യൻ പാർലമെന്റിൽ 60 സീറ്റ് ഞങ്ങൾക്ക് വേണം എന്നാവശ്യപ്പെട്ടത്. അതിൽ കുറേ അഘോരികളുണ്ട്, അതിൽ കുറേ ദിഗംബരന്മാരുണ്ട്. ദിഗംബരന്മാരെന്ന് പറഞ്ഞാൽ അറിയാമോ? ദിക്കുകളാണ് അമ്പരം, വസ്ത്രം ഇല്ലാത്തവർ. തെക്കും വടക്കും പടിഞ്ഞാറുമാണ് വസ്ത്രം, ഒന്നും ഉടുക്കാത്തവർ. 60 MP ഇവർ വന്നാൽ 2 ആളെ എന്തായാലും മന്ത്രിയാക്കണ്ടേ? അപ്പോൾ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് ഐക്യരാഷ്ട്രസഭയിൽ പോകുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. എന്തൊരു ഭീകരതയാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ മുനിമാർക്ക് ഹൃദയത്തിലാണ് ദൈവം. മുനിമാരുടെ തപസ്സിനെ കറക്റ്റായിട്ട് ചോദ്യം ചെയ്തത് ഉള്ളൂരസ് പരമേശ്വരയ്യര. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, തന്നാൽ കരേറേണ്ടവരെത്ര പേരോ താഴത്തുപാഴ്ചേറിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്ത് ചാരിതാർത്ഥ്യം. താൻ അജ്ഞതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ചളിക്കുണ്ടിലാണ്ട് കിടക്കുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തപസ് ചെയ്തിട്ട് ബ്രഹ്മപദം കൊതിക്കുന്ന തപോനിധിക്കെന്ത് ചാരിതാർത്ഥ്യമുണ്ട്.